യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: ജസ്റ്റ് എ റിമൈൻഡർ. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മൾ നവംബർ മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചവരെ ഓർക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസമാണ് നവംബർ മാസം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മരണം മൂലം നമ്മുടെ ഭവനത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നൊക്കെ മരണം മൂലം വേർപെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശോധന ചെയ്യുക. മരിച്ചവർക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ അബ്രാഹാം പറയുന്നൊരു വാക്യമുണ്ട്: നിങ്ങൾക്ക് ഞങ്ങൾക്ക് മധ്യേ ഒരു വലിയൊരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്കോ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരിക സാധ്യമല്ല. അതിനർത്ഥം there is no conversion after the death. മരണത്തിന് ശേഷം ഒരു മാനസാന്തരം അത് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരുപക്ഷെ ചില കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ, സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ ആളുകൾ പറയും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പൂർവികർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ ഭവനത്തിനും അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, മരിച്ചതിന് ശേഷം ഒരു മാനസാന്തരമില്ല. നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു കാലഘട്ടം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്, മരണത്തിന് മുമ്പാണ്. നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയും, ജീവിതാന്ത്യത്തെ ഓർത്ത് നീ ആത്മപരിശോധന ചെയ്യുക. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ, പാപാവസ്ഥയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുക, മാനസാന്തരപ്പെടുക, ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ നല്ലൊരു മരണത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഒരുങ്ങുന്നതും നല്ലതാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ ഭവനത്തിൽ നിന്നോ മറ്റോ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു മരണമുണ്ട്. നല്ല വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുക. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിത്യാശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്കൊരു മരണമുണ്ട് എന്ന ബോധ്യത്തോടെ, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.